ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുവിധം എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടാകും. അതിൽ പലിശ തുക വന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ നമുക്ക് അർഹതയില്ലാത്ത ഹറാമായ പണം നാം എന്താണ് ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് PN അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. മനഃപൂർവമല്ലാതെ തന്നെ ഒരാളുടെ കയ്യിലേക്ക് നിഷിദ്ധമായ ഹറാമായ ധനം പല രൂപത്തിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പൊ നമ്മളുടെ നാട്ടിലെ പോലെ ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ പലിശകളും മറ്റുമൊക്കെ വരാം. അപ്പൊ അത്തരത്തിലുള്ള ധനം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം. ആ ധനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവെ ഹറാമായ ധനം അതിനെ നമ്മളുടെ കയ്യിൽ നിന്നും ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ രീതി തസദ്ദഖ് അലൽ ഫുഖറാ എന്നതാണ്. പാവപ്പെട്ടവർക്ക് അത് നൽകുക, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് നൽകുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ബെറ്റ് വെച്ച് കിട്ടിയ തുക ലഭിച്ചപ്പോ, അപ്പൊ അന്ന് അദ്ദേഹത്തിന് അത് നിഷിദ്ധമാണ് എന്നത് അറിയില്ലായിരുന്നു. അതുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹാദ സുഹ്, ഇത് അനർഹമായതായ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തസദ്ദഖ് അലൽ ഫുഖറാ, നീ അത് പാവപ്പെട്ടവർക്ക്, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് നൽകുക എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള നമുക്ക് പ്രാമാണികമായി കാണാൻ സാധിക്കുന്നതായ കാര്യം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സ്ത്രീ ഒരിക്കൽ ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ക്ഷണിച്ചു. അപ്പൊ ക്ഷണിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇരുന്നു ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിൽ വെച്ചിട്ടും ആ ഭക്ഷണം ഇറക്കുന്നില്ല. അപ്പൊ സഹാബത്തിന്റെ ശ്രദ്ധയിൽ അത് പെട്ടപ്പോ അവരവരുടെ കൈകളിലുള്ള ഭക്ഷണമൊക്കെ ആ തളികയിലേക്ക് തന്നെ ഇട്ടു. അപ്പോ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്, ഞങ്ങൾ കുട്ടികളൊക്കെ ഉപ്പമാരുടെ മടിയിലാണ് ഇരുന്നിരുന്നത്. അപ്പൊ ഞങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളതും എന്ത് ചെയ്തു, ആ തളികയിലേക്ക് തന്നെ വീണു. അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയാൻ പോകുന്നത് എന്നിങ്ങനെ എല്ലാവരും നോക്കി. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണം വായിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം ഇറക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി അജിദു ലഹ്മ ശാത്തിൻ ലം യഅ്ദൻ ബിഹാ സാഹിബുഹാ, ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ കൊണ്ടുവരപ്പെട്ട ഒരു ആടിന്റെ ഇറച്ചിയായി എനിക്ക് അനുഭവപ്പെടുന്നല്ലോ എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞപ്പോ, ഇതെങ്ങനെയാണ് ഈ ആടിനെ നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പാകം ചെയ്തത് അതല്ലെങ്കിൽ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഒരുപാട് നാളത്തെ വലിയ ആഗ്രഹമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് ഭക്ഷണത്തിന് വിളിച്ചിട്ട് ഒന്ന് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ബഖീയയിലേക്ക്, അന്ന് ബഖീയയിലാണ് അവരുടെ സൂക്ക്, അപ്പൊ അവിടെ ഒരു ആടിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ ഞാൻ പറഞ്ഞയച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്ക് ആടുകളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, അവിടെ നിന്ന് ഇന്ന വ്യക്തി ആടിനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ആടിനെ വാങ്ങിച്ച വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് കാര്യം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടിയാണ്, അതുകൊണ്ട് ആടിനെ നിങ്ങൾ നൽകണം. അപ്പൊ ആ ആടിന്റെ ഉടമസ്ഥനായ ഗൃഹനാഥൻ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ആടിനെ അവരെന്ത് ചെയ്തു, അവിടെ നിന്ന് ആ കുടുംബത്തോട് പറഞ്ഞ് അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. പക്ഷെ ആ ആടിന്റെ ഉടമസ്ഥന് ആ ആടിനെ കൊടുക്കാനുള്ള തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിച്ചില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞത് അത്ഇമൂഹൽ അസാറ, നിങ്ങൾ അത് തടവുകാർക്ക് കൊണ്ടുപോയി ഭക്ഷിപ്പിച്ചു കൊള്ളുക എന്നുള്ളത്. നശിപ്പിക്കുക എന്നല്ല പറഞ്ഞത്, അത് നിങ്ങൾ തടവുകാർക്ക് കൊണ്ടുപോയി ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹറാമായ ധനം ഒരാളുടെ കയ്യിലേക്ക് വന്നാൽ ആ ധനം സാമ്പത്തികമായി പ്രയാസപ്പെടുന്നതായ ആളുകൾക്ക് നൽകാം. ഇവിടെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ പലിശ കടങ്ങൾ വീട്ടാൻ വേണ്ടി ആ സംഖ്യ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. കാരണം പലിശയുമായി ബന്ധപ്പെടുന്നതായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സാമ്പത്തികമായി ഞെരുക്കം അവർക്കുണ്ടാകും, അവർ കുടുങ്ങും എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ തന്നെ പറയപ്പെട്ടിട്ടുള്ളതായ കാര്യമാണ്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സദഖാത്ത്, അല്ലെ, ദാനധർമ്മങ്ങളെ അള്ളാഹു വളർത്തും, പലിശയെ മുരടിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്തരത്തിൽ പ്രയാസപ്പെടുന്നതായ ആളുകൾക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പണമായിട്ട് അതിനെ നമ്മൾ കാണരുത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമുക്കറിയാം, വളരെ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഇപ്പൊ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ മറ്റോ ഒക്കെ വീടോ മറ്റോ ഒക്കെ
ജപ്തിയാകുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്ന ആളുകൾ ഉണ്ടാകും. ഇപ്പോ പിതാവിന്റെ പെട്ടെന്നുള്ള ഒരു ഓപ്പറേഷന് വേണ്ടി ആരോടും പണം ചോദിച്ചപ്പോൾ ലഭിച്ചില്ല. അപ്പൊ നിർബന്ധിത സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കേസുകളൊക്കെ ആണെങ്കിൽ അത്തരം കേസുകൾ നമുക്ക് പരിഗണിക്കാം. കാരണം ഒരു നിർബന്ധിത സാഹചര്യമാണ്. അല്ലാത്ത നിലക്ക് പിന്നെ പലിശക്കെടുത്ത് കുടുങ്ങിയ ആളുകളെയൊക്കെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പലിശക്കെടുക്കാനുള്ള ഒരു പ്രചോദനമായി തീരുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇനി ചില ആളുകൾ ചോദിക്കാറുള്ളത് നമുക്കത് പൊതുകാര്യങ്ങൾക്കും മറ്റുമൊക്കെ വേണ്ടി നമുക്ക് നൽകാമോ എന്നുള്ളത്. അതും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നതായ പൊതുകാര്യങ്ങൾക്ക് നൽകാൻ വേണ്ടി നമ്മളത് ഉപയോഗപ്പെടുത്തരുത്. നമ്മളുടെ വീട്ടിലേക്ക് പോകുന്ന റോഡ് നന്നാക്കാൻ, നമ്മളുടെ കുട്ടികൾ കൂടി പഠിക്കുന്നതായ സ്കൂൾ നന്നാക്കാൻ, അതല്ലെങ്കിൽ ഈ പണം നൽകിയില്ലെങ്കിലും നമ്മൾ പണം നൽകേണ്ടതായ ചില രംഗങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നമ്മളുടെ നാട്ടിലുള്ള പൊതുരംഗങ്ങളിൽ നമ്മൾ പണം നൽകേണ്ടതായ, പിന്നെ ഈ പണം ഇല്ലെങ്കിലും നൽകേണ്ടതായ ചില രംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ അതിന് പകരമായിട്ട് ഈ പണം നൽകുക, അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതായ കാര്യമാണ്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അല്ലാത്ത നിലക്ക് പൊതുകാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ പൊതു ദുരിതാശ്വാസ നിധിയിലേക്കോ ഒക്കെ അത് നൽകാവുന്നതാണ്. അതിലേറ്റവും നല്ലത് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നൽകുക. അത് നൽകുമ്പോൾ തന്നെ അവരെ അതൊരു ദാനധർമ്മമാണെന്ന് തോന്നിപ്പിക്കാതെ, അതല്ലെങ്കിൽ മറ്റൊരാൾ വഴിയൊക്കെ അറിയാതെ നൽകാൻ സാധിക്കുമെങ്കിൽ അതാണ് കൂടുതൽ സൂക്ഷ്മത എന്നാണ് മനസ്സിലാകുന്നത്. വല്ലാഹു ആലം.